മറുനാടൻ ഷാജൻ്റെ ഒരു പുതിയ വീഡിയോ തൃശ്ശൂർ അമല ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ നഴ്സുമാരുടെ സമരത്തോടനുബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് അമല ജൂബിലി ഹോസ്പിറ്റൽ സമരം തീർക്കാൻ തടസ്സം നിൽക്കുന്നത് തൃശ്ശൂർ ബിഷപ്പായിട്ടുള്ള ആൻഡ്രൂസ് താഴത്ത് എന്നായിരുന്നു അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ചില അന്വേഷണങ്ങൾ നടത്തിയതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം അത് തിരുത്തി പറയാനായിട്ടിപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ആൻഡ്രൂസ് താഴത്തല്ല ഇതിൻ്റെ പ്രശ്നക്കാരൻ, യഥാർത്ഥ വില്ലൻ നീലങ്കവിൽ പിതാവാണ്, അതായത് സഹായ മെത്രാൻ. അതിന് അദ്ദേഹം പറയുന്ന ഒരു കാരണം, ഈ സഹായ മെത്രാൻ്റെ അനുജനെയാണ് ജൂബിലി ഹോസ്പിറ്റലിലെ CEO ആയിട്ട് വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് 3 ലക്ഷം രൂപ ശമ്പളം. മുൻപ് പറഞ്ഞിരുന്നത് 5 ലക്ഷം എന്നായിരുന്നു. അതിപ്പോൾ ആൾ കുറച്ചിട്ടുണ്ട്, 2 ലക്ഷം കുറച്ചിട്ടുണ്ട്. ചെറിയൊരു കുറവ് വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ 3 ലക്ഷമായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ ഒരു ശമ്പളം കൊടുത്ത് അവിടെ CEO ആയിട്ട് തിരികെ കയറ്റാൻ വേണ്ടിയിട്ട് ആണ് അദ്ദേഹം നഴ്സുമാരുടെ ശമ്പളം ഈ കൂട്ടി കൊടുക്കാനായിട്ടുള്ളൊരു വിമുഖത ഇപ്പോൾ കാണിക്കുന്നതെന്നാണ് ഷാജൻ സ്കറിയുടെ ഒരു പുതിയ കണ്ടുപിടുത്തം. അപ്പോൾ ആളുകൾ മാറി, അതുപോലെ ശമ്പളമൊക്കെ കുറഞ്ഞു തുടങ്ങി തലപ്പത്തിരിക്കുന്നവരുടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു സ്ഥാപനത്തിൻ്റെ നടത്തിപ്പ് അല്ലെങ്കിൽ അതോട് അനുബന്ധിച്ചുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന മേലുദ്യോഗസ്ഥൻ, അതായത് അതിൻ്റെ മാനേജിങ് ഡയറക്ടർ ആവാം അല്ലെങ്കിൽ CEO ആവാം, അവരുടെ ശമ്പളം എന്ന് പറയുന്നത് സാധാരണ ജീവനക്കാരുടെ ശമ്പളമായിട്ട് നിജപ്പെടുത്താൻ സാധിക്കുമോ? അവരിരിക്കുന്ന ആ സ്ഥാനത്തിന് അനുസരിച്ച് അവരുടെ ശമ്പളത്തിന് വർധനവുണ്ടാവും, ശമ്പളം കൂടുതൽ അവർക്ക് ലഭിക്കുന്നുണ്ടാവും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ജൂബിലി ഹോസ്പിറ്റലിലെ CEO ആയിട്ടുള്ള അദ്ദേഹം വലിയ ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്നതാണ്. ഇതിനേക്കാൾ കൂടുതൽ ശമ്പളം കിട്ടിയിരുന്ന ഒരു ജോലിയിലായിരുന്നു അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ശമ്പളം വേണ്ട എന്ന് വെച്ചിട്ടാണ് അദ്ദേഹം ജൂബിലിയിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. പലപ്പോഴും ഷാജൻ്റെ പല കാര്യങ്ങളും ഞാൻ അദ്ദേഹത്തെ അനുകൂലിച്ച് നിന്നിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇപ്പോൾ ഈ സമരത്തോടനുബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ എനിക്ക് വലിയ ഒരു അനുകൂലം ഇല്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ആൻഡ്രൂസ് താഴത്തല്ല പ്രശ്നം, റാഫേൽ നീലങ്കാവിലാണ് ഇപ്പോൾ പ്രശ്നം എന്നാണ് ഷാജൻ സ്കറിയുടെ ഒരു കണ്ടുപിടുത്തം. ആദ്യമേ ഞാൻ പറയട്ടെ, ഞാൻ ഈ UNA എന്ന് പറഞ്ഞ നഴ്സിംഗ് അസോസിയേഷനായിട്ടുള്ള ആ സമരത്തെ ഞാൻ അനുകൂലിക്കുന്ന ആളാണ്, ഞാൻ എതിർക്കുന്ന ആളൊന്നുമില്ല. എൻ്റെ മകളും നേഴ്സാണ്. അവളും ഈ രാജഗിരിയിലും ജൂബിലി മിഷൻ ഹോസ്പിറ്റലൊക്കെ ജോലി ചെയ്തിരുന്ന ഒരു നേഴ്സാണ് എൻ്റെ മകൾ. UNA വന്നതോട് കൂടിയിട്ടാണ് നേഴ്സുമാർക്ക് മാന്യമായൊരു ശമ്പളം കിട്ടാൻ കാരണം എന്നും ഞാൻ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ആ സംഘടനയ്ക്ക് എതിരല്ല ഞാൻ. പക്ഷേ ആ സംഘടന നടത്തുന്ന സമരങ്ങളിൽ, ചില ഹോസ്പിറ്റലുകളിൽ നടത്തുന്ന ചില സമരങ്ങൾ അത് നീതിക്ക് നിരക്കാത്തതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇവിടെ പറയുന്നത്. അവരിപ്പോൾ ഈ സമരം നടത്തി ഏകദേശം 490ഓളം ഹോസ്പിറ്റലുകളിൽ സമരം നടത്തി. അതിന് വേണ്ടുന്ന ഇടക്കാല ആശ്വാസം കൊടുക്കാമെന്ന് പറഞ്ഞു അവർ വീണ്ടും ജോലിക്ക് കയറി. എന്തുകൊണ്ടാണ് അമലയിലും ജൂബിലിയിലും ഈ സമരം നീണ്ടുപോയത്? അമലയിൽ ഒരാഴ്ച മുമ്പ് ആ സമരം അവസാനിപ്പിച്ച് അവർ ജോലിക്ക് കയറാൻ നിന്നതാണ്. ഇപ്പോൾ വീണ്ടും ആ നഴ്സുമാർ സമരത്തിന് വീണ്ടും ഇറങ്ങി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് കാരണമായിട്ട് അവർ പറയുന്നത്, നഴ്സിംഗ് സമരം അവസാനിപ്പിച്ച് അവർ ജോലിക്ക് കയറിയപ്പോൾ അവർ ഉണ്ടായിരുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളിലല്ല അവരെ ഇപ്പോൾ ജോലിക്ക് എടുക്കുന്നത് എന്നാണ്. മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റുകൾക്കൊക്കെ മാറ്റി കൊടുക്കുന്ന ജോലി എന്നാണ് അവരുടെ ഒരു പരാതി. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു സമരത്തിന് ഇറങ്ങി ആ സമരം ഒത്തുതീർപ്പായി ആ ജോലി തന്നെ നമുക്ക് കിട്ടണം എന്ന് നമുക്ക് ശഠിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ സമരം 2-3 ദിവസത്തെ ഒരു
തടസ്സമായിരുന്നില്ല. അത് 100-ൽ പരം ദിവസങ്ങൾ സമരം നടന്നിരുന്നു. അപ്പം ന്യായമായും ആ ഹോസ്പിറ്റലിൽ സമരത്തിന് പങ്കെടുക്കാതിരുന്ന നേഴ്സുമാരെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് മാറ്റിയിട്ടുണ്ടാവും. ആദ്യമേ ഞാൻ പറഞ്ഞു, സമരം 2-3 ദിവസത്തെ ഒരു തടസ്സമല്ല ഉണ്ടാക്കിയത്, 100-ൽ പരം ദിവസങ്ങളുടെ തടസ്സമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റിലത്തെ നേഴ്സുമാരുടെയും പല കുറവുകളും നികത്താനായിട്ട് അവർ ആ സമര കാലയളവിൽ സമരം ചെയ്യാത്ത നേഴ്സുമാരെ മാറ്റിയിട്ടുണ്ടാവാം. അവർ അതിനനുസരിച്ച് അതിന് പാകപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് അവരിപ്പോൾ പുതിയ സമരം ചെയ്ത് തിരിച്ചു കയറുന്ന നേഴ്സുമാർക്ക് അതേ സ്ഥാനത്ത് കയറ്റം കൊടുക്കാൻ പറ്റാത്തത്. അത് ഈ നേഴ്സുമാർ മനസ്സിലാക്കി അവർ അതിനോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നം തീരാവുന്നതുള്ളൂ. അപ്പോൾ നേഴ്സുമാർ ഞങ്ങൾ ചെയ്ത ജോലി തന്നെ കിട്ടണം, ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ കിട്ടണം എന്ന് പറഞ്ഞ് ശരിക്കുന്നതിൽ ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ വീണ്ടും അവർ സമരത്തിന് ഇറങ്ങിയിട്ടുണ്ട്. മറ്റ് പല കാര്യങ്ങളും ഈ സമരമായിട്ട് ഈ ജൂബിലി മിഷനായാലും അമല ആയാലും പലരും പറയുന്നൊരു കാര്യമാണ്, ബെഡിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കണം എന്നാണ് പല ആളുകളുടെയും അഭിപ്രായം. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ഒരു സ്ഥാപനം നടത്തുമ്പോൾ അവിടുത്തെ വരുമാനം, ആ വരുമാനത്തിനനുസരിച്ച് അവിടെ ജോലിക്കാർ, ആ സ്ഥാപനത്തിൻ്റെ ജോലിക്കാരുടെ എണ്ണവും അവർക്ക് ലഭിക്കുന്ന വരുമാനം തമ്മിലുള്ളൊരു അനുപാതം നോക്കണ്ടേ? ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ ഒരു വലിയ ഹോസ്പിറ്റലാണ്. അവിടെ ഏകദേശം 1500-ഓളം ബെഡുകൾ ഉള്ളതായിട്ടാണ് ഞാൻ ഇൻ്റർനെറ്റിൽ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. എനിക്ക് അതിൻ്റെ കൃത്യമായ എണ്ണം എനിക്ക് അറിയില്ല, എന്നാലും അങ്ങനെയാണ് അറിയുന്നത്. എന്തായാലും 800-ൽ പരം ബെഡുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ബെഡുകളുണ്ട് എന്ന് കരുതി ആ നേഴ്സുമാർക്ക് ശമ്പളം കൂട്ടാൻ സാധിക്കുമോ? ബെഡുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അവിടെ നേഴ്സുമാരുടെ ജോലികളും കൂടുതൽ വരുന്നുണ്ട്, കൂടുതൽ നേഴ്സുമാരെ അവിടെ നിയമിക്കുന്നുണ്ട്. നേഴ്സുമാർ തന്നെയല്ലല്ലോ, അത് മാത്രമല്ല ഡോക്ടർമാരും അതിനനുസരിച്ച് കൂടും, ടെക്നിക്കൽ സ്റ്റാഫുകൾ കൂടും, നോൺ ടെക്നിക്കൽ സ്റ്റാഫുകൾ കൂടും, മറ്റ് പല മേഖലയിലുള്ള ജോലിക്കാരുടെ എണ്ണം കൂടും. അപ്പോൾ ബെഡുകൾ കൂടി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നേഴ്സുമാർക്ക് ശമ്പളം കൂട്ടി കൊടുക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് മറ്റൊരു കാര്യം അറിയേണ്ടത്, പല കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളും ഇതിനേക്കാൾ ബെഡുകളുടെ എണ്ണം കുറവാണ്, എന്നിട്ടും അവർ ജൂബിലിയിൽ കൊടുക്കുന്ന നഴ്സുമാരുടെ ശമ്പളത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു ന്യായം പലരും പറയുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളിൽ ഒരു രോഗിക്ക് പോയാൽ അവിടെ വരുന്ന എക്സ്പെൻസ്, അതും ഇത് പറയുന്ന ഈ ജൂബിലി ഹോസ്പിറ്റലിൽ രോഗികൾക്ക് വരുന്ന എക്സ്പെൻസും, അത് നമ്മൾ രണ്ടും ചേർത്ത് വായിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള ഈ പല നിഗമനങ്ങളിലെത്താനായിട്ട്. ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ അവിടെ ഒരു സർജറിക്കായാലും മറ്റും ടെസ്റ്റുകൾക്കായാലും വലിയ ചാർജാണ് അവർ ഈടാക്കുന്നത്. ഈ മേഖലയിൽ ഇത് ഫിക്സഡ് ചാർജ് അല്ല. പല ഹോസ്പിറ്റലുകളും അവർക്ക് ഇഷ്ടപ്പെട്ട നിലയിലാണ് അവർ ചാർജുകളൊക്കെ കണക്കാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളിലുള്ള സർജറിയുടെ ചാർജോ അല്ലെങ്കിൽ ലാബ് ടെസ്റ്റിൻ്റെ ചാർജുകളല്ല മിഷൻ ഹോസ്പിറ്റലിലുള്ള ചാർജുകൾ. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഈ കേരളത്തിൽ ഏത് ഹോസ്പിറ്റലാണ് 100-ഉം 150-ഉം രൂപയ്ക്ക് OP ടിക്കറ്റ് ലഭിക്കുന്ന ഹോസ്പിറ്റലുകളുള്ളത്? വളരെ ചുരുക്കമുള്ളൂ. ഇവിടെ മിക്ക ഡിപ്പാർട്ട്മെൻറ്റുകളിലും OPക്ക് 100-നും 150-നും ഇടയ്ക്കുള്ള ചാർജേ വരുന്നുള്ളൂ. എന്നാൽ മറ്റ് പല പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും 300, 400, 600 ഒരു OP ടിക്കറ്റിന് ചാർജ് ഈടാക്കുന്നത്. അതുപോലെ അവിടെ സർജറിക്കും അതിനനുസരിച്ച് ചാർജ് ഈടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബെഡിൻ്റെ കണക്ക് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, ആ ഹോസ്പിറ്റലിലേക്ക് വരുന്ന വരുമാനം, അവിടെ ജോലി ചെയ്യുന്ന ജോലിക്കാരുടെ എണ്ണം, ഇതൊക്കെ പരിഗണിച്ചിട്ട് വേണം അവിടെ ശമ്പളം എങ്ങനെയാണ് കൂട്ടേണ്ടതെന്ന് മനസ്സിലാക്കാനായിട്ട്. അല്ലാതെ വെറുതെ ഒരു ബെഡുകൾ കൂടുതലുണ്ട് അതുകൊണ്ട് അവർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കണം എന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥമില്ല. ബെഡുകൾ കൂടുന്നു എന്നനുസരിച്ച് നേഴ്സുമാരുടെ ഡ്യൂട്ടിയിലുള്ള
മണിക്കൂറുകളുടെ ദൈർഘ്യമൊന്നും കൂട്ടിയിട്ടില്ല. എല്ലാ ഹോസ്പിറ്റലിലുള്ള അതേ ദൈർഘ്യം തന്നെയാണ് ഈ ബെഡുകൾ കൂടുതലുള്ള ഹോസ്പിറ്റലുകളുള്ളത്. അവിടെ കൂടുതലും നഴ്സുമാരുണ്ട്. ചെറിയ ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ നഴ്സുമാരുടെ എണ്ണം കുറവായിരിക്കും, അവിടെ രോഗികളുടെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ എല്ലാ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോഴും ചെറിയ ഹോസ്പിറ്റലിലുള്ള നഴ്സുമാരുടെ ജോലിയും വലിയ ഹോസ്പിറ്റലിലുള്ള നഴ്സുമാരുടെ ജോലിയും ഏകദേശം വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. അവർ അനുഭവിക്കുന്ന ആ ഡ്യൂട്ടിയിലുള്ള അന്തരം. അപ്പോൾ ആ മലയിലുള്ള ആ നഴ്സുമാർ വീണ്ടും സമരത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. അവർക്ക് ചെയ്തിരുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ തന്നെ ജോലി ലഭിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ചാടും പിടിച്ച ഈ സമരം വീണ്ടും തീരാൻ പോകുന്നില്ല. അതുപോലെ തന്നെയാണ് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലത്തെ സമരവും. അത് മാനേജ്മെൻറ്റിന് അനുകൂലമായിട്ടല്ല ഇപ്പോഴും അവർ ആ സമരം ചെയ്യുന്നത്. ന്യായത്തിൻ്റെ ഭാഗത്തു നിന്ന് സമരം ചെയ്യണം, അല്ലാതെ എല്ലാവരും സമരം ചെയ്തു അതുകൊണ്ട് ഞങ്ങൾ സമരത്തിന് ഇറങ്ങി, എല്ലാവർക്കും ആനുകൂല്യം കൂട്ടി ഇടക്കാല ആശ്വാസം കൂട്ടി കൊടുത്തു, ഞങ്ങൾക്ക് ഒരു പൈസ കൂട്ടിയില്ല, അതുകൊണ്ട് ഞങ്ങൾ സമരം അവസാനിപ്പിക്കുന്നില്ല എന്ന് പറയുന്നതിൽ യാതൊരു ന്യായവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സമരം നീണ്ടുപോകുന്നതും ഇതിന് ഒരു ഒത്തുതീർപ്പിലെത്താനായിട്ട് ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് വരാത്തതും. പിന്നെ ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് പറയുന്ന മറ്റൊരു കാര്യം, ഞങ്ങൾക്കെതിരല്ല സമരം ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് ശമ്പള വർധനവ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ സർക്കാരിന് എതിരെ സമരം ചെയ്യൂ, അവരോട് ശമ്പളം കൂട്ടിത്തരാൻ പറയൂ. അവർ പറയുന്ന ന്യായമായ ശമ്പള വർധനവ് അംഗീകരിച്ചാൽ ഞങ്ങളെല്ലാവരും തരാൻ തയ്യാറാണ്. അല്ലാതെ ഞങ്ങൾ സർക്കാർ ശമ്പളം സ്കെയിലിൽ നിന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിന് എതിരൊന്നല്ല ഞങ്ങളത് തരാൻ തയ്യാറാണ് എന്നാണ് ഇപ്പോഴും ഈ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലുള്ള മാനേജ്മെൻറ്റ് പറയുന്നത്. അതുകൊണ്ട് സമരത്തിലുള്ള നിങ്ങളെല്ലാവരും യാഥാർത്ഥ്യം മനസ്സിലാക്കി നിങ്ങളുടെ ആ സമരത്ത് വന്നിട്ടുള്ള ആ തെറ്റുകൾ മനസ്സിലാക്കി നിങ്ങൾ ജോലിക്ക് കയറാൻ നോക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്.